ഈ ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണെന്ത് ആവറേജ് സ്പീഡ് കാണാൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സോ an old man goes to market at speed of 4 km/h and returns along some way of speed of 2 km/h. What is average speed? A എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 4 km/h പോയി. അതേ സ്ഥലത്തേക്ക് തിരിച്ച് 2 km/h തിരിച്ചു വന്നത്. ഓക്കെ, അപ്പം ഇയാളുടെ ശരാശരി വേഗത എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ 4ലും 2ലും ലെസ്സാകും LCM ഏതാന്നുള്ളത് 4 ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ 4 കിട്ടാൻ ആദ്യം നിന്ന് 2ൽ നിന്ന് എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4ൽ നിന്ന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് കിട്ടിയ ഈ LCM ന്യൂമറേറ്ററിൽ എഴുതാം. ആവറേജ് സ്പീഡ് കാണാൻ പോവാണ്. ആദ്യം ഈ LCM എഴുതാം, പിന്നെ 2 + 1 2 + 1 എന്നിട്ട് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻ ന്യൂമറേറ്റർ. അപ്പം 2 × 4 8 8/3 ആണ് ആൻസർ. ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 40 km/h പോയത് 16 km/h തിരിച്ചു വന്നു. അപ്പോൾ 40ലും 60ലും LCM ഏതാന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ഇവിടെ LCM എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അത് കൺസിഡർ ചെയ്യുക. ഇത് കൺസിഡർ ചെയ്യുമ്പം 40ൽ ഇതെന്താണ് ഫുള്ളി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് എന്താണ് അടുത്തത് അതിൻ്റെ ഡബിൾ എടുക്കുക, 120 എടുക്കുക. 120 40 ആകാനും 120 60 ആകാനും ഫുള്ളി ഡിവിസിബിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് തന്നെ ചെയ്യേണ്ടത് ഈ LCM എടുത്ത LCM ന്യൂമറേറ്ററിൽ എഴുതാ 2ഉം 3ഉം 2 + 3 × Q ചെയ്യുമ്പം 240 / 5 240 / 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് ചെക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ബൈ.